വിവാദ പ്രസ്താവന നടത്തിയ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണോ മന്ത്രി കെ സി വേണുഗോപാലാണ് ഇന്ന് ആവശ്യപ്പെട്ടത്. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് CPM മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. പ്രതിപക്ഷ നേതാവും ഇന്ന് പ്രധാനമായും സജി ചെറിയാൻ്റെ പ്രസംഗമാണ് ഫോക്കസ് ചെയ്തത്. മന്ത്രി സജി ചെറിയാൻ ആ പ്രസ്താവനയുടെ പേരിൽ രാജിവെക്കണോ? ആ പ്രസ്താവനയുടെ പേരിൽ രാജിവെക്കണം. കാരണം പ്രസ്താവന ഒരു തവണയല്ല നടത്തിയത്, രണ്ടാമത്തെ തവണ അതൊന്നുകൂടി വിസ്തീരിച്ച് കൂടുതൽ തീവ്രമാക്കി പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നിലപാടിൽ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ വേഷം കണ്ടാൽ തിരിച്ചറിയാം എന്ന മോദിയുടെ പ്രസ്താവനയോട് ചേർത്ത് വയ്ക്കാവുന്ന അതേ രൂപത്തിൽ തന്നെ പേര് കണ്ടാൽ തിരിച്ചറിയാമെന്ന സജി ചെറിയാൻ്റെ പ്രതികരണം. അതിൻ്റെ ഗൗരവം പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലെടുക്കുന്ന ഒരു അജണ്ടയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവനയെങ്കിലും ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്ന ഒരു രൂപത്തിൽ പാർട്ടി അത് ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ പറയുന്നതിനോട് നേരത്തെ AK ബാലൻ പറഞ്ഞ ഘട്ടത്തിലും അതിനോട് എതിർപ്പ് പാർട്ടി സെക്രട്ടറി പ്രകടിപ്പിച്ചതാണ്. അത് അസംബന്ധമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം AK ബാലനെ ചേർത്ത് നിൽക്കുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ വാർത്തയോട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ മാറുകയായിരുന്നു. ഇന്നും അതിൽ ശക്തമായ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. പക്ഷേ പാർട്ടിക്കകത്ത് അത് വലിയ ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AK ബാലനോടും സജി ചെറിയാനോടും ഈ പ്രസ്താവനകൾ ഇനി മുതൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തരുത് എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു പാർട്ടി. അത് സംസ്ഥാന പാർട്ടി മാത്രമല്ല PBയും അക്കാര്യത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നു. അതായത് MA ബേബിക്ക് അതിലൊരു നിലപാടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ CPM എടുത്തിരുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിപ്പോൾ എങ്ങനെയാണ് നാളെ BJPക്ക് ഇത് ഉപയോഗിക്കാം? ദേശീയ തലത്തിൽ ഇവിടെ കേരളത്തിലെ കാര്യം അവിടുത്തെ CPM മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതികരണം അവിടെ വരികയാണ്. ഇനി ഇതേ സജി ചെറിയാൻ ഇങ്ങനെ പേര് നോക്കി വിവിധ പാർട്ടികളിലെ അംഗങ്ങളെ എണ്ണുന്ന ഘട്ടത്തിൽ ഞങ്ങൾ എത്ര പേരെ നിർത്തിയിട്ടുണ്ട് ഈ ന്യൂനപക്ഷത്തിൽ നിന്നും ഇത്തരം പ്രദേശങ്ങൾ, അതായത് ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരായിരുന്നു എന്നൊരു പരിശോധന കൂടി നടത്തിയിട്ട് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ആ കണക്കുകൾ നോക്കുമ്പോൾ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 33 പേരിൽ 22 പേരും മുസ്ലിങ്ങളാണ്, മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് CPM നിർത്തിയിട്ടുള്ളത് എന്ന കണക്കുകൂടി പുറത്തു വരികയാണ്. ഇനി ഇപ്പോൾ UDF-മായി ബന്ധപ്പെട്ട മലപ്പുറത്തെ കണക്കുകൾ അവർ പറയുകയാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ് കേട്ടോ ഇത്ര മുസ്ലിങ്ങൾ എന്ന കണക്ക് പറയേണ്ടി വരുന്നത്. അത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം നൽകേണ്ട അവസ്ഥയിലേക്ക് ആരെത്തിച്ചു എന്നുള്ളതിൽ കാലം CPM മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പോൾ മലപ്പുറത്ത് വിജയിച്ച മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി അടക്കം 153 പേരാണ് അമുസ്ലിങ്ങളായിട്ടുള്ളത്. ജില്ലയിൽ UDF ബാനറിൽ ജയിച്ച 666 കോൺഗ്രസ് ജനപ്രതിനിധികളിൽ 319 പേരും അമുസ്ലിങ്ങൾ സഹോദരങ്ങളാണെന്നാണ് അവർ പറയുന്നത്. ആകെ 472 പേരാണ് അമുസ്ലിങ്ങളായിട്ടുള്ളത് എന്ന് മലപ്പുറത്ത് മത്സരിച്ച് വിജയിച്ചതെന്നും ആ കണക്ക് അവർ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കണക്കുകൾ UDF-ന്റെ ഭാഗത്തുനിന്നും പുറത്തുവിടേണ്ട ഒരു സാഹചര്യം ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ, ഈ തരത്തിലുള്ള വിവാദങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നെങ്കിൽ ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ധ്രുവീകരണത്തിന് ഉത്തരവാദി CPM ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. അപ്പോൾ അതിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്ത ഇടത് MLA-യുടെ ദലീമയുടെ പേരടക്കം പുറത്തു വരുന്നു. സർക്കാരിലെ മന്ത്രിയും പങ്കെടുത്തിട്ടുണ്ടല്ലോ, അബ്ദുറഹ്മാൻ പങ്കെടുത്തു. അതെ, അപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പല പരിപാടികളിലായി പലരും പങ്കെടുക്കാറുണ്ട്. എല്ലാ പാർട്ടികളിലെ അംഗങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട്. അതായത് ഒരു തൊട്ടുകൂടായ്മ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കെ ഞങ്ങൾക്ക് പണ്ട് മുതലേ തൊട്ടുകൂടായ്മയാണ് എന്ന് പറയുന്ന രൂപത്തിൽ അധികം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൊളിയുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ എന്തിനാണ് ആ വിഷയത്തിലേക്ക് വീണ്ടും പോകുന്നത്? ഇതിലൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഇനി ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ് വല്ലാതെ CPM-ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ കണക്കുകൾ കൂടി ഈ തരത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു തുറന്ന ഒരു പ്രസ്താവനയുമായി സജി ചെറിയാൻ വരുമ്പോൾ ഇനി ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു തരത്തിൽ നടത്താൻ പറ്റാത്ത, അതായത് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട പൊളിക്കുന്നു, CPM-ന്റെ അജണ്ട തന്നെ സജി ചെറിയാൻ പൊളിച്ചു എന്നുള്ളതാണ്. സജി ചെറിയാൻ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ രൂപത്തിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു
ബുദ്ധിമുട്ടിലേക്ക്, അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് CPM എത്തിക്കുക കൂടിയാണ് സജി ചെറിയാൻ ചെയ്തിട്ടുള്ളത്. സജി ചെറിയാൻ എന്ന മന്ത്രി നല്ല മന്ത്രിയായിരിക്കാം, സജി ചെറിയാൻ എന്ന മന്ത്രിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരിക്കാം, എല്ലാ വിഭാഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരിക്കാം, അദ്ദേഹം നല്ല രൂപത്തിലൊക്കെ ആളുകളോട് ഇടപെടുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കുന്നവും കൊടച്ചക്രവും മാത്രമല്ല, സ്ത്രീപക്ഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, തലസ്ഥാനത്തെ ദത്തെടുക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം നടത്തിയ വളരെ മോശപ്പെട്ട ഒരു പ്രതികരണമുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലൈംഗികാരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു യുവതി ഒരു നടി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ രഞ്ജിത്തിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെയും സ്ത്രീവിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പല ഘട്ടങ്ങളിലും പരാജയമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കും. ഇനിയിപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് ഇനിയിപ്പോൾ രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആകെ 3 മാസമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ സാങ്കേതികമായി അല്ല, പക്ഷേ ഞങ്ങൾ ആ നിലപാട് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പുറത്തേക്ക് കാണിക്കാനെങ്കിലും രാജി ചോദിക്കുക, അല്ലെങ്കിൽ കടുത്ത പ്രതികരണത്തിലേക്കെങ്കിലും പാർട്ടി വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ പ്രതികരണമാണ് ഞാനിതിൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. കാരണം നേരത്തെ AK ബാലനെ പിന്തുണച്ചുകൊണ്ട് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒരു 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 പച്ചക്കള്ളം അതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അവിടേക്ക് കയറി ചെന്നു, PK കുഞ്ഞാലിക്കുട്ടി അന്ന് PK കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ അന്ന് AK ആന്റണി തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അവിടേക്ക് ആരും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വീട്ടിലേക്ക് പോയ ശേഷം പിണറായി വിജയനും മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നേതാക്കളൊന്നും അങ്ങോട്ട് പോകരുത്, അവിടെ വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റിയതാണ്, എന്നൊക്കെ വാർത്തയായതാണ്. അപ്പോൾ ഈ കാലത്ത് ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറന്നു പോകുമെന്നൊരു വിചാരമുണ്ട്. അങ്ങനെയല്ല, പല ചരിത്രങ്ങളും പുറത്തേക്ക് വരും. അങ്ങനെ എല്ലാം പഴയത് ഇങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ പഴയ പല നിങ്ങൾക്ക് പ്രതികൂലമായ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുമെന്ന ബോധ്യത്തോടു കൂടി വേണം ചില കാര്യങ്ങൾ പറയാനെന്നുള്ളതാണ്. ഏതായാലും ഈ വിവാദ പ്രസ്താവനയിൽ ഈ മണിക്കൂർ ഇത്രയുമായിട്ടും സജി ചെറിയാൻ അത് തിരുത്തിയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുകയാണ്. വിവാദ പ്രസ്താവനയുടെ പേരിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. KC വേണുഗോപാലാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. രാജിവെക്കണോ സജി ചെറിയാൻ എന്നതാണ് ചോദ്യം. ജിമ്മി, സജി ചെറിയാൻ രാജിവെക്കണമെന്നുള്ളത് ആ വിഷയത്തെ വളരെ ചെറുതാക്കി കാണുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിലപാട് ഇതാണ്. ഒരു വിവാദം കുറഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇത് എന്നാണ് തുടങ്ങിയത്, ഇത് ആരാണ് തുടങ്ങിയത്, എന്തിനായിരുന്നു ഈ വിവാദം എന്നുള്ളതെല്ലാം നമ്മൾ മറന്നുപോകും. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഈ മലപ്പുറം ജില്ല കാസർഗോഡ് കൂടി ഉണ്ട്, പക്ഷേ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ നമ്മൾ 2-3 വർഷം പുറകോട്ട് പോകണം. അത്രയും പുറകോട്ട് പോകുന്നില്ല. ഞാൻ വെള്ളാപ്പള്ളി നടേശനിൽ മാത്രം നിൽക്കാം. എന്നാലും 2024 മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂവിൽ മലപ്പുറം ജില്ലയിൽ ഹവാല പണം വരുന്നു. ആ ഹവാല പണം ദേശവിരുദ്ധ പരിപാടികൾക്കാണ് പോകുന്നതെന്ന് പറയുന്നു. അതിനുശേഷം അത് ഹിന്ദു പത്രത്തിലാണ് ആ ഇൻ്റർവ്യൂ വരുന്നത്. അത് ഒരു PR ഏജൻസി തിരികെ കയറ്റിയതാണ് എന്ന അഭിപ്രായം വരുന്നു. അത് ഹിന്ദു പത്രം ആ ഒരു PR ഏജൻസി പറഞ്ഞുകൊണ്ടാണ്, മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ നിഷേധിക്കുന്നു, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, PR ഏജൻസി അവിടെ ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ PR ഏജൻസി എവിടുന്ന് വന്നു എന്ന ചോദ്യം ഇപ്പോഴും വായുവിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചത് PR ഏജൻസി പറഞ്ഞിട്ടാണെന്ന് ഹിന്ദു പത്രം പറഞ്ഞതിനെ നിഷേധിക്കുമ്പോഴും ആ ഏജൻസി എങ്ങനെ വന്നു എന്നതിന് ഇപ്പോഴും ഉത്തരവില്ല. അതാണ് 2024 മലപ്പുറത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനാണ് 2025 പല കാലത്ത് പല രീതിയിൽ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വർഷങ്ങളൊക്കെ ഇവിടെ 2026 ജനുവരി 2-ാം തീയതി വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും ശക്തമായ, ഏറ്റവും മാരകമായ അടി മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുന്നു, മുസ്ലിം ലീഗിനെക്കുറിച്ച് പറയുന്നു. മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ ഒരു മാറാട് കലാപം കൂടി ഉണ്ടാകും, അതിനുള്ള ഒരു താല്പര്യമാണ് ലീഗിനുള്ളതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതോട് കൂടിയാണ് ഈ മാറാട് കലാപത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതേക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ മുളപൊട്ടുന്നതും ആളുകളൊക്കെ അതിനെക്കുറിച്ചുള്ള വലിയ പ്രതികരണങ്ങൾ നടക്കുകയും ചെയ്തത്. 4 ദിവസം കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞ് ജനുവരി 7 ആകുമ്പോൾ AK ബാലൻ ഈ പ്രസ്താവന ഏറ്റുപിടിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആ ഭരണം കൈയാളുക, ഒരു മാറാട് കൂടി ഇനിയും ഉണ്ടാകും എന്ന് പറഞ്ഞ് AK ബാലൻ അതിനെ ഏറ്റുപിടിക്കുന്നു. ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഒരു ദേശവിരുദ്ധ ശക്തി മലപ്പുറം ഇതൊക്കെ പറയുന്നു, പിന്നീട് അത് വെള്ളാപ്പള്ളി നടേശൻ കുറേ കാലം മലപ്പുറം പറയുന്നു, അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ മാറാട് കലാപത്തെക്കുറിച്ച് പറയുന്നു. മാറാട് കലാപത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ ഒരു പടി കൂടി കടന്ന് മുസ്ലിം ലീഗിനെ വിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ തോളത്ത് വെച്ച് AK ബാലൻ ഇത് പറയുന്നു. അന്നെന്താ സംഭവിച്ചത്? ജനുവരി 7-ാം തീയതിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ജനുവരി 20-ന്
ജനുവരി 7 ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വാദത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നില്ല, തള്ളിക്കളയുന്നു. പാലക്കാട് ജില്ലാ കമ്മിറ്റി നമുക്ക് കിട്ടിയ വാർത്തകളനുസരിച്ച് AK ബാലൻ ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നു. പക്ഷേ ജനുവരി 8 അടുത്ത ദിവസം മുഖ്യമന്ത്രി ഈ കാര്യത്തെ പിന്തുണയ്ക്കുകയും AK ബാലൻ പറഞ്ഞത് ശരിയാണെന്ന പ്രസ്താവന നടത്തുകയും ചെയ്തു. മാറാട് കലാപം കേരളത്തിൻ്റെ അനുഭവം അത് ഓർമ്മിപ്പിക്കുകയാണ് AK ബാലൻ ചെയ്തത്. ഇപ്പോഴെന്തിനാണ് AK ബാലൻ ഓർപ്പിച്ചെന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി വ്യക്തമായി മറുപടി പറഞ്ഞില്ല. അവിടെ നിന്നാണ് ഈ വിവാദത്തിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. അതിനുശേഷം അവിടെ അത് കഴിയുന്നു. ജനുവരി 16 തീയതി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം പ്രമാണിച്ചുള്ള കേരള യാത്രയുടെ അവസാനം തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഈ കലാപങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടുകയാണ്. മുഖ്യമന്ത്രി വീണ്ടും കലാപങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പണ്ട് കലാപങ്ങൾ ഉണ്ടാവുകയും കലാപ സമയത്ത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വോളണ്ടിയർമാർ എന്നൊരു കാലമുണ്ടായിരുന്നു, ഇപ്പോൾ ആ കാലമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വീണ്ടും കലാപ ഓർമ്മകളെ വീണ്ടും മുന്നോട്ട് വെച്ചു. പാറ്റേൺ നോക്കണം. ജനുവരി 2 വെള്ളാപ്പള്ളി, ജനുവരി 7 AK ബാലൻ, ജനുവരി 16 മുഖ്യമന്ത്രി. അതിന് അതേ വേദിയിൽ വെച്ച് സതീശൻ പറഞ്ഞ മറുപടി, മുഖ്യമന്ത്രിക്ക് കൊടുത്ത മറുപടി, മതേതരത്വം പറഞ്ഞിട്ട് മറുവശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ പൊന്നാടയിട്ട് ആദരിക്കരുത്. കാറിൽ കയറ്റിക്കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സൂക്ഷിച്ചു വേണം. വോട്ട് നഷ്ടപ്പെട്ടാൽ തോറ്റാൽ പോട്ടെ എന്ന് വെക്കണം. ഇതാണ് VD സതീശൻ്റെ മറുപടി. ഇതിന് ശേഷമാണ് സജി ചെറിയാൻ മന്ത്രി അദ്ദേഹത്തിൻ്റെ വിവാദമായ പ്രസ്താവന നടത്തിയത്. കാസർഗോഡും അതുപോലെ തന്നെ മലപ്പുറത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ആ പറഞ്ഞതിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണെന്ന് മന്ത്രി പറയുന്നുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ സജി ചെറിയാൻ അതിന് മുമ്പ് പറഞ്ഞ ഒരു വരി കൂടെ നിങ്ങളൊന്ന് കേട്ടോ, അപ്പോൾ മനസ്സിലാകും എന്തായിരുന്നു സജി ചെറിയാൻ്റെ ഉദ്ദേശമെന്ന്. സജി ചെറിയാൻ പറയുന്നത് ഇപ്പോൾ VD സതീശൻ പറഞ്ഞത് മതേതരത്വം പറഞ്ഞിട്ട് മറുവശം വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ പൊന്നാടയിട്ട് ആദരിക്കരുത് എന്നാണ് പറഞ്ഞത്. സജി ചെറിയാൻ അതിനൊരു മറുപടി പറയുന്നു. അതേ വാക്കുകൾ കോട്ട് ചെയ്തതിനു ശേഷം അത്തരക്കാർക്ക് പൊന്നാടയിട്ട് ആദരിക്കുന്നു, പാരിതോഷം കൊടുക്കുന്നു. അത് ആരാണ്? NSS ജനറൽ സെക്രട്ടറിയെ കുറിച്ചല്ലേ ഉദ്ദേശിച്ചത്? സജി ചെറിയാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. NSS ജനറൽ സെക്രട്ടറിക്കല്ലേ ഉദ്ദേശിച്ചത്? എനിക്ക് സംശയമുണ്ട്. കാറിൽ കയറ്റിയത് വെള്ളാപ്പള്ളിയാണ്, അതെനിക്കറിയാം. പക്ഷേ ഷാൾ പുതപ്പിച്ചത് ആരെയാണ്? മുഖ്യമന്ത്രി സുകുമാരൻ നായരെ ആശുപത്രിയിൽ പോയി കണ്ട് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഷാൾ പുതച്ചു എന്ന് പറഞ്ഞത്? സജി ചെറിയാൻ തുടങ്ങിയതേ നുണയിലാണ്. സജി ചെറിയാൻ തുടങ്ങിയതേ ദുഷ്ടലാക്കിലാണ്. സജി ചെറിയാൻ തുടങ്ങിയതേ NSSനെ കൂടെ സജി ചെറിയാനെതിരെ VD സതീശനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പറയുന്നതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മുഴുവൻ. അപ്പോൾ തുടക്കം തന്നെ VD സതീശൻ പറയാത്തൊരു കാര്യം, VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നിരിക്കെ, ഷാൾ പതിച്ചത് വെള്ളാപ്പള്ളി നടേശനെ മാത്രമാണ് മുഖ്യമന്ത്രി നമുക്ക് അറിയാമെന്നിരിക്കെ, ആ കോണ്ടക്സ്റ്റ് നമുക്ക് അറിയാമെന്നിരിക്കെ, ഇത് NSS ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദുഷ്ടലാക്കോട് കൂടി തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ സജി ചെറിയാൻ്റെ ഉദ്ദേശശുദ്ധി തീരെ ശരിയല്ല എന്നുള്ളത് വ്യക്തമാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതിനുശേഷമാണ് സജി ചെറിയാൻ പറഞ്ഞ കാസർഗോഡ് മലപ്പുറം ജില്ലകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവാദമായ പ്രസ്താവന. അതിനകത്ത് അദ്ദേഹം വീണ്ടും അത് തിരുത്തുമ്പോൾ ആ പ്രസ്താവന വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ ശരിയാണ്, അദ്ദേഹം ന്യൂനപക്ഷ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സജി ചെറിയാനെ ന്യായീകരിക്കുന്നതിന് പറയുന്നതനുസരിച്ച് കാസർഗോഡ് ഹിന്ദു മേഖലയിൽ BJP ജയിക്കുന്നു, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം മേഖലയിൽ മുസ്ലിങ്ങളാണ് ജയിക്കുന്നത്. ഇതാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? BJP അവിടെ വർഗീയത കുത്തിപ്പൊക്കി BJP ജയിക്കുന്നു കാസർഗോഡ്. അതുപോലെ തന്നെ മലപ്പുറത്ത് വർഗീയത കുത്തിപ്പൊക്കി മുസ്ലിം ലീഗ് ജയിക്കുന്നു. ഇതാണല്ലോ പറഞ്ഞത്. അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി, BJP വർഗീയ പാർട്ടി. അപ്പോൾ CPM എന്താണ്? അപ്പോൾ CPM ജയിക്കുന്നതോ? നമ്മൾ തന്നെ കണക്ക് കുറിച്ച് പറഞ്ഞല്ലോ. സജി ചെറിയാൻ്റെ സ്വന്തം മണ്ഡലമായ ചെങ്ങന്നൂരിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയില്ല, ജയിച്ചതായിട്ടും തോറ്റതായിട്ടും. തിരുവനന്തപുരത്ത് 60% ഹിന്ദുക്കളുണ്ട്, അവിടെ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്? കണക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും, അത് കേരളം മാത്രമല്ല എല്ലായിടത്തും ജനസംഖ്യ ആനുപാതികമായി നോക്കിയാൽ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം തുലവും കുറവാണ്. അതിനകത്ത് ഒരു പാർട്ടിക്കും അതിനകത്ത് വ്യത്യാസമില്ല. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ നമ്മൾ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആർക്കുമില്ല ഒരു മുസ്ലിം സ്ഥാനാർത്ഥി. പാർലമെൻറ്റിലേക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ രാജ്യവ്യാപകമായി നോക്കിയാൽ മുസ്ലിങ്ങൾക്കാണ് പാർലമെൻറ്റിലെയും ജനപ്രതിനിധി സഭകളിലെയും പ്രാതിനിധ്യം കുറയുന്നത്. അങ്ങനെ ഇരിക്കെ മലപ്പുറത്ത് മുസ്ലിങ്ങളും കാസർഗോഡ് ഹിന്ദുക്കളും, അല്ലെങ്കിൽ കാസർഗോഡ് BJPയും മലപ്പുറത്ത് മുസ്ലിം ലീഗും എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ബാക്കി ജില്ലകൾ എന്താ പറയാത്തത്? തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ മുസ്ലിങ്ങൾ എത്രയുണ്ട്? അതിൻ്റെ കണക്കെടുത്തിട്ട് നമ്മൾ വിശദീകരിക്കണോ? സജി ചെറിയാൻ പറയുന്ന ന്യായം വെച്ച് നോക്കിയാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ AK ബാലനെയും അതുപോലെ തന്നെ ഇപ്പോൾ സജി ചെറിയാനെയും CPM വഴക്ക് പറയുന്നത് മിക്കവാറും ഇതായിരിക്കും. സൂക്ഷിച്ച് പറയണ്ടേ, നമ്മുടെ പ്രോജക്റ്റ് ഇത് തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പ് തോറ്റ ശേഷം മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു PR ഏജൻസി അവിടെ വന്ന് കുറച്ച് കൂടുതൽ തിരികെ കയറ്റിയതുകൊണ്ട് മലപ്പുറം ജില്ല, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ സ്മഗ്ലിംഗ്, ദേശവിരുദ്ധ ശക്തി എന്നൊക്കെ പറഞ്ഞ് കൈവിട്ടു പോയതുപോലെ
ഈ പ്രോജക്റ്റ് പറയാൻ തീരുമാനിച്ചത് CPIM ആണ്. ഈ പ്രോജക്റ്റ് പറയാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയും കൂടെ ചേർന്നാണ്. അതുകൊണ്ടാണല്ലോ AK ബാലൻ ഈ വളരെ വലിയ വർഗീയ പ്രസ്താവന നടത്തിയ ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ ഘടകവും ഇതിനെ വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രി അതിനെ ഏറ്റുപിടിച്ചത്. സോ ദിസ് ഇസ് എ CPM പ്രോജക്റ്റ്. ന്യൂനപക്ഷങ്ങളുടെ തലയിൽ കയറി അമ്മാനമാടാനും ഈ തെരഞ്ഞെടുപ്പിൽ അവരെ അന്നവൽക്കരിക്കാനും മുസ്ലിങ്ങളെ ഒരു കോണിലേക്ക് ഒതുക്കാനും ഉള്ള പ്രോജക്റ്റാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പല പ്രാവശ്യം പറയുന്നുണ്ടല്ലോ, ഞാൻ ആദ്യം പറയും മുസ്ലിങ്ങളെക്കുറിച്ച് പറയും, പിന്നെ പറയും ഞാൻ മുസ്ലിം ലീഗിനാണ് ഉദ്ദേശിച്ചെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മുദ്രാവാക്യം നായാടി മുതൽ നമ്പൂതിരി വരെ. അപ്പോൾ അതിനകത്ത് മുസ്ലിം ലീഗാണോ ഇല്ലാത്തത്, മുസ്ലിങ്ങളാണോ ഇല്ലാത്തത്? മുസ്ലിങ്ങളല്ലേ. അപ്പോൾ അതെവിടെ പോയി? ഇതേ ഐക്യത്തെക്കുറിച്ച് പറയുകയും അത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അതിനെക്കുറിച്ചൊക്കെ ഏതാണ്ട് പോസിറ്റീവായി, പൂർണ്ണമായിട്ടുമല്ല എന്ന് പറയുകയും ഒന്നിക്കുകയും ചെയ്യുമ്പോൾ ഒരു പഴയ കണക്കൂടെ ഓർക്കണം. അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഒരു വർഗീയ കൂട്ടുകെട്ടാണെന്നാണ് ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് വിമർശിച്ചത്. അപ്പോൾ അങ്ങനെയുമുണ്ട് പശ്ചാത്തലം. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ പ്രോജക്റ്റ് മുഴുവൻ മുസ്ലിം അന്യവൽക്കരണവും മുസ്ലിം അപരവൽക്കരണവുമാണ്. പക്ഷെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. പറഞ്ഞു കുടുങ്ങരുത്, സൂക്ഷിച്ചു പറയണം, വരികൾക്കിടയിൽ പറയണം, പൊതിഞ്ഞു പറയണം. തിരുവനന്തപുരത്ത് സമസ്തയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പൊതിഞ്ഞു പറയണം. ഇതാണ് നിർദ്ദേശം. ചുരുക്കത്തിൽ സജി ചെറിയാൻ രാജിവെക്കണോ വേണ്ടോ എന്നല്ല, ഈ പ്രോജക്റ്റ് നടത്തുന്ന ഈ സർക്കാരിൽ നിൽക്കുന്ന ആർക്കും ശരിക്കും കേരളത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശമില്ല. സംഭവിക്കാൻ പോകുന്നത് വിതയ്ക്കുന്നത് CPM ആയിരിക്കും, കൊയ്യുന്നത് RSSും BJPയുമായിരിക്കും. മന്ത്രി രാജിവെക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നടക്കുന്ന സജി ചെറിയാൻ്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെ യഥാർത്ഥത്തിൽ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, മന്ത്രി സജി ചെറിയാൻ യഥാർത്ഥത്തിൽ പറഞ്ഞതും വിശദീകരിച്ചതും എന്താണ്? ആദ്യം പേര് എന്ന് പറഞ്ഞു, പിന്നീട് അത് അദ്ദേഹം കൃത്യമായി രണ്ടാമത്തെ ദിവസം വിശദീകരിക്കുന്നു. അവിടെ തീരേണ്ട ചർച്ചയാണ്. പക്ഷേ UDF-നേറ്റ പ്രഹരമായിരുന്നു NSS-ൻ്റെയും SNDP-യുടെയും നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിച്ചത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ UDF കണ്ടെത്തിയ ഒരു പിടിവള്ളിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സജി ചെറിയാൻ്റെ വിവാദ പ്രസ്താവന. വളരെ കൃത്യമായി ആദ്യത്തെ ദിവസം നമുക്കൊന്ന് സംശയിക്കാം, എന്തിനാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞത്? കാസർഗോട്ടെയും മലപ്പുറത്തെയും ജനപ്രതിനിധികളുടെ പേര്, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിലും ജയിച്ച ജനപ്രതിനിധികളുടെ പേര് കണ്ടാൽ നമുക്കറിയാമല്ലോ എന്ന് പറയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ജാർഖണ്ഡിലെ ദുംകയിൽ പ്രധാനമന്ത്രി നടത്തിയ വർഗീയ പരാമർശത്തിലേക്ക്, വർഗീയ പ്രസ്താവനയുമായി ആർക്കും സമീകരിക്കാം. പക്ഷേ അതിനുശേഷം വ്യക്തമായി സജി ചെറിയാൻ പറഞ്ഞില്ലേ, അതിനകത്ത് എന്താണ് കൂടുതൽ കുടുങ്ങിയത്? സജി ചെറിയാൻ പറഞ്ഞത് എന്താ? RSSന് ആ പറഞ്ഞ വാചകങ്ങളിൽ പറയുന്നത് ഇതാണ്: ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJPയും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗും മാത്രം വിജയിച്ചു വരുന്നൊരു സാഹചര്യം അപകടകരമല്ലേ? അത് മതേതരത്വത്തിന് ചേർന്നതാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. അതൊരു വർഗീയമായ ജനപ്രാതിനിധ്യം ഉണ്ടാവുന്നു എന്നതിൻ്റെ ഒരു ആപത്കരമായൊരു സൂചനയായിട്ടാണ് സജി ചെറിയാൻ പറഞ്ഞത്. അതിലെന്താ തെറ്റ്? ആ പറഞ്ഞ വാചകത്തിൽ എന്താ തെറ്റ്? ഞാൻ പറയാം. കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണോ? കാസർഗോഡ് മുസ്ലിം ജനങ്ങൾ ജയിച്ചു വരുന്നതിനെക്കുറിച്ചാണോ സജി ചെറിയാൻ പറഞ്ഞത്? അല്ല. അവിടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 39 ജനപ്രതിനിധികളിൽ 12 BJP പ്രതിനിധികൾ വന്നത് ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ്. എന്താ അവിടുത്തെ പ്രശ്നം? അവിടെ യഥാർത്ഥത്തിൽ മതാടിസ്ഥാനത്തിലുള്ളൊരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് BJPക്ക് ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഒരു ഗുണം ചെയ്യുന്നു. മറുഭാഗത്ത് മുസ്ലിം ലീഗിന് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ വലിയ ആധിപത്യം അവിടെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എന്നാൽ മതേതര പാർട്ടികൾക്ക് അങ്ങനെ വന്നാൽ ജനപ്രാതിനിധ്യം ഉണ്ടാകുമോ? മതവുമായി ബന്ധമില്ലാത്ത, അപ്പോൾ ചോദിക്കും, ഒരു മതേതര പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് എന്നുള്ളത്? മതേതര പാർട്ടിയെ പ്രവർത്തിക്കുമ്പോഴും അതിനുള്ളിലെ പ്രചരണങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നതാണ്. BJP ഒരു മതേതര പാർട്ടിയാണ് സാങ്കേതികമായി. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ BJPക്ക് അംഗീകാരം കിട്ടുന്നത്. പക്ഷേ BJP ഒരു മതേതര പാർട്ടിയാണോ? BJP എങ്ങനെയാണ് അപരവൽക്കരിക്കുന്നത്? BJP എങ്ങനെയാണ് മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത്? സമാനമായ രീതിയിൽ മുസ്ലിം ലീഗിലെ ചില നേതാക്കളെങ്കിലും ഉപയോഗിച്ച അനുഭവം കാസർഗോഡിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. ഞാൻ കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ഒരു 4-5 ഉദാഹരണങ്ങൾ പറയാം. മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിലും തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചിരിക്കുന്ന മതാടിസ്ഥാനത്തിലുള്ള സ്വത്വത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ, ആ രാഷ്ട്രീയ പ്രചരണങ്ങൾ മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ്. അത് ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്നതാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് പറയുമ്പോൾ അതിൽ അപകടമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്താണ് ആ പറഞ്ഞ ഭാഗം? കാസർഗോഡ് നഗരസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് കാസർഗോഡ് നഗരസഭയിൽ അഷറഫ് ഇടനീർ നടത്തിയ ഒരു ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിനിൽ പറയുന്ന വാചകം ഇതാണ്: എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം? അവിടെ വനിതാ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ നേതാവ് പറയുന്നു, 5 നേരം നിസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, 5 നേരം നിസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, മുസ്ലിം മതാചാരപ്രകാരം ജീവിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. നോക്കൂ, ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരു ഭാരവാഹി പറയുകയാണ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട്, നിസ്കരിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയുന്നതിനകത്ത് മതേതരത്വമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അതിൽ മതേതരത്വമില്ല. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയായി നിൽക്കുമ്പോഴും അതിലെ ചില പ്രചരണങ്ങളെങ്കിലും ആ മതേതരത്വ സ്വഭാവത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഈ 3 വോട്ടുകളും. ഇനി അടുത്തത് നോക്കൂ, പച്ചക്കള്ളം പറയുന്നുണ്ട്. കാസർഗോഡ് നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിന് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. SIR നടപ്പിലാക്കുന്നത് എന്തിനാണ് പിണറായി വിജയൻ? SIR നടപ്പിലാക്കുന്നത് പൗരത്വ നിയമത്തിൻ്റെ തുടർച്ചയായിട്ടാണ്, നമ്മളെ ഇവിടെ നിന്ന് പുറംതള്ളാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ 3 വോട്ടുകളും കോണിച്ചിഹ്നത്തിൽ കൊടുക്കണം. വീഡിയോ പുറത്ു വന്നിട്ടുണ്ട്. SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണോ? SIR നടപ്പിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനല്ലേ? ആ SIR നടപ്പിലാക്കുന്നതിനെതിരെ ഒരുമിച്ച് നിൽക്കുകയായിരുന്നില്ലേ കേരളത്തിൽ CPM ഉം മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കം? അതിൽ മുൻപന്തിയിൽ നിന്ന പാർട്ടിയുടെ പേര് CPM എന്നല്ലേ? പിണറായി വിജയൻ SIR നടപ്പാക്കുന്നതുമായി എന്തെങ്കിലും പുലബന്ധമുണ്ടോ? എന്നിട്ടും SIR-നെ മുൻനിർത്തി ഈ അപരവിദ്വേഷം ജനിപ്പിക്കുന്നത് ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാവാണ്. കാസർഗോഡും ന്യൂനപക്ഷ പ്രദേശങ്ങളിലും എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് എന്നതിൻ്റെ 2ാമത്തെ ഉദാഹരണം. തീർന്നില്ല, 3ാമത്തെ ഉദാഹരണത്തിലേക്ക് വരാം. ദാ നോക്കൂ, ഭരണം തിരിച്ചുപിടിക്കുന്നത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട 9.5 കൊല്ലത്തെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കാനാണ്. മുസ്ലിം സമുദായത്തിന് എന്ത് ആനുകൂല്യമാണ് കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടത്? അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? JB കോശി കമ്മീഷൻ നടപ്പാക്കാത്തതിൻ്റെ പേരിൽ ഒരു ഭാഗത്ത് സഭ വിമർശിക്കുമ്പോൾ അത് നടപ്പാക്കിയെന്ന് കണക്ക് പറയുന്നുണ്ട് മന്ത്രി. മറുഭാഗത്ത് എവിടെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശം? ഏതിടത്താണ് നിഷേധിക്കപ്പെട്ടത്? ഏറ്റവും ഒടുവിൽ ഈ ശിരോവസ്ത്രം ധരിക്കുന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഈ സർക്കാരെടുത്ത നിലപാട് ആർക്ക് അനുകൂലമാണ്? ഈ വസ്തുതകൾ മുൻപിൽ ഉണ്ടായിരിക്കെ പറയാണ് ഭരണം തിരിച്ചുപിടിക്കുന്നതിന് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ട 9.5 കൊല്ലത്തെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കാനാണ്. അപ്പോൾ ഇതൊരു സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് തേടലല്ലേ? ഇനി മാർക്സിസ്റ്റിനേക്കാൾ നല്ലത് പാണക്കാട്ട് തങ്ങളെ ലീഗലല്ലേ? VS-ഉം പിണറായിയുമല്ലേ അപ്പുറത്തുള്ളത്? അവർ ഒരിക്കലെങ്കിലും വുളു എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് നിസ്കാരത്തിന് മുമ്പ് ശരീരശുദ്ധി വരുത്തുന്നവരാണോ ഇവരെന്നുള്ള ചോദ്യമാണ്. ഇത് പ്രചരണവേദികളിൽ കേൾക്കുന്നതാണ്. ഈ പ്രചരണവേദികളിൽ കേൾക്കുന്നതിനെ മതേതരത്വം എന്ന് പറയാൻ കഴിയുമോ? ഇനി മുസ്ലിം ലീഗിൽ നിന്നൊരാൾ പോയാൽ അവർ ദീനിൻ്റെ പരിസരത്ത് നിന്നാണ് പോകുന്നത് എന്ന പ്രചരണം ലീഗിൽ മുഴങ്ങി കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? മതേതര പാർട്ടി ആയതുകൊണ്ടാണോ? ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് നേരെ തിരിഞ്ഞു നടന്നാൽ സ്വർഗത്തിലെത്തുമെന്ന് പ്രചരണം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ പറഞ്ഞത്, മതത്തെ സ്വത്വാധിഷ്ഠിതമാക്കി മാറ്റി സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായും അത് മതേതരത്വത്തിനെതിരാണെന്നുള്ള വിമർശനമുണ്ടാവും. അത് രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനം BJP-ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. BJP ഹിന്ദുത്വ ആശയത്തെ മുൻനിർത്തി അങ്ങനെ ഒരു പ്രചരണം നടത്തുമ്പോൾ നമ്മളതിനെ വിമർശിക്കുന്നു. കാര്യം അത് ജനാധിപത്യപരമായ മതേതരത്വമായ തെരഞ്ഞെടുപ്പിന് വിരുദ്ധമാണ്. അതാണ് മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ 6 ഉദാഹരണങ്ങൾ പോരെ? മുസ്ലിം ലീഗിന് മതപരമായ അടിസ്ഥാനത്തിൽ പോലും ചില നേതാക്കൾ, ഞാൻ എല്ലാ നേതാക്കളുടെ കാര്യവും പറയുന്നില്ല. അപ്പോൾ ഇത് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് CPM-ന് മതേതര മുഖം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനും പ്രാദേശികാടിസ്ഥാനത്തിലുള്ള നേതാക്കളുടെ ഈ പ്രചരണത്തിലൂടെ നഷ്ടമാകുന്നത് ഇത് മതേതര മുഖം തന്നെയാണ്. SDP നേതാവിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാണക്കാട് നിന്ന് ഒരു മുതിർന്ന നേതാവ് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആ നിമിഷം വരെയും എതിർത്തിരുന്ന മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്തുണയുമായി വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാവും. ആ രാഷ്ട്രീയ വിമർശനങ്ങളെ നേരിടേണ്ടത് രാഷ്ട്രീയ വിമർശനങ്ങൾ എന്ന രീതിയിലാണ്, സമുദായ വിമർശനമായിട്ടല്ല. യഥാർത്ഥത്തിൽ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കി എന്നിട്ട് തല്ലിക്കൊല്ലുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സജി ചെറിയാൻ പറഞ്ഞത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നുള്ള ജനപ്രതിനിധികളാവുകയും ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നത്, അതിന് ഉദാഹരണം കാസർഗോഡ് നഗരസഭയിലെ 12 പ്രധാനപ്പെട്ട ഇടങ്ങൾ, അവിടെ നിന്ന് വരുന്നത് BJP പ്രതിനിധികളാവുകയും ചെയ്യുന്നത് അപകടകരമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ അല്ല, 2ാമത്തെ വിശദീകരണത്തോടു കൂടിയ ചർച്ച അവിടെ തീരേണ്ടതാണ്. പക്ഷേ അതിനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നതിന് പിന്നിലെ രാഷ്ട്രീയ യുക്തി, രാഷ്ട്രീയ ലാഭം എന്ന് പറയുന്നത് ഈ CPM വർഗീയത പറഞ്ഞ് ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. ഇതാ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗത്തിൻ്റെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൽ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ്. ടു കോട്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ജമാഅത്തെ ഷൂറ അംഗം, അദ്ദേഹം പറയുന്നു, മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരു മതവിശ്വാസിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ഇതാണോ മുസ്ലിം ലീഗിൻ്റെ നിലപാട്? ഇത് UDF-ന്റെ നിലപാടാണോ? ഇതൊരു മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ നിലപാടാണോ? ഷൂറ അംഗമാണ് പറയുന്നത്, തള്ളിപ്പറയാൻ പറ്റുമോ? ജനാധിപത്യവും ബാക്കിയുള്ള പുരോഗമനവുമെല്ലാം ഒരു നമ്പറാണ് എന്ന് ഉത്തരവാദിത്വപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പോൾ അവരുമായിട്ട് രാഷ്ട്രീയമായി സന്ധി ചെയ്യുന്ന മുസ്ലിം ലീഗിന് മതേതര സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ
അതിനകത്ത് എന്താണ് വർഗീയ പരാമർശമുള്ളത്? മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ വർഗീയമാവുന്നത് BJPയെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങളെ വിമർശിക്കുന്നു, മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നത് BJP വിമർശിക്കുമ്പോൾ ഹിന്ദുക്കളെ വിമർശിക്കുന്നു എന്ന് പറയുന്ന അതേ സംഘപരിവാറിന്റെ ലോജിക്കാണ്. അതാണ് എടുത്ത് പയറ്റാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ്. മന്ത്രി രാജിവെക്കേണ്ടതില്ല. കാര്യങ്ങൾ വിശദീകരിച്ചതിലൂടെ ആ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം പച്ചക്കള്ളമല്ലേ യഥാർത്ഥത്തിൽ പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് മിനിസ്റ്റർ അന്നൊരു പത്രസമ്മേളനത്തിലാണ് മലപ്പുറത്തെക്കുറിച്ചുള്ളൊരു പരാമർശം നടത്തുന്നത്? പിന്നീട് പത്രം തന്നെ ഇത് തിരുത്തി എഴുതി. മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് കൊടുത്ത അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്നുള്ളത് പത്രം തിരുത്തി എഴുതി. അത് പിന്നെ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്ക് പോയി. പത്രം അതിന് മാപ്പ് പറഞ്ഞു. ഞങ്ങൾക്ക് എഡിറ്റോറിയൽ പിഴവ് സംഭവിച്ചു എന്നാണ് ദ ഹിന്ദു പറഞ്ഞത്. ഇനി മന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? നമ്മളെന്താ അത് വിസ്മരിച്ചു പോയത്? PV അൻവർ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചപ്പോഴല്ലേ പറയുന്നത്? എന്താ PV അൻവർ ഉന്നയിച്ച രാഷ്ട്രീയം? മലപ്പുറത്തെ പോലീസ് RSSുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു PV അൻവറിന്റെ വിമർശനം. അതിന് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ മറുപടി പറഞ്ഞില്ല. രണ്ടാം ഘട്ടത്തിലൊരു നിർബന്ധിതനായപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, മലപ്പുറത്ത് ഈ സ്വർണം പൊട്ടിക്കലും ഹവാല ഇടപാടുകളിലും പോലീസ് നിയന്ത്രിക്കുമ്പോൾ ആ പോലീസിനെ RSS വൽക്കരിക്കുന്നതിന് പിന്നിൽ ഒരു യുക്തിയുണ്ട്. അതിന് പിന്നിൽ ചില താല്പര്യങ്ങളാണുള്ളത്. 123 കോടി രൂപയുടെ സ്വർണവും ഹവാലയും മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയ പോലീസാണ് എന്ന് പറഞ്ഞാൽ അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതായിരുന്നു കണ്ടെത്തൽ. എന്താ മലപ്പുറം എന്ന് എടുത്തു പറയാനുള്ള കാരണം? അവിടെയാണ് PV അൻവർ ആ മലപ്പുറത്തെ പോലീസിനെ കുറിച്ച്, മലപ്പുറത്തുള്ള പോലീസ് സംവിധാനത്തെയാണ് ആക്ഷേപിച്ച് സംസാരിച്ചത്. അതിന് മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതല്ലാതെ മുഖ്യമന്ത്രി വായുവിൽ നിന്നെടുത്ത് മലപ്പുറം എടുത്ത് ചൂണ്ടിക്കാണിച്ചതല്ല. സന്ദീപ് വാര്യരെ പോലെ. സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിന്റെ സെക്രട്ടറിയാ. ആന പാലക്കാട് ചെരിയുമ്പോൾ മലപ്പുറത്തിന്റെ ഹാഷ്ടാഗ് മാറ്റില്ലെന്ന് പറഞ്ഞ ആള് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുക. എന്നിട്ട് PV അൻവർ മലപ്പുറം പോലീസിനെ കുറിച്ച് പറഞ്ഞതിന് മറുപടി പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അത് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനെ കുറിച്ച് കൂടി പിണറായി വിജയൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കരിപ്പൂർ വിമാനത്താവളം എവിടെയാണ് ഇരിക്കുന്നത്? മലപ്പുറം ജില്ലയിലാണ്. കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പോലീസിനെ PV അൻവർ ആക്ഷേപിച്ചപ്പോഴാണ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത്. മലപ്പുറം പോലീസ് പിടികൂടിയത് 123 കോടിയുടെ സ്വർണവും ഹവാലയുമാണ് എന്നുള്ളതാണ്. ഇതാണ് സത്യമെന്നിരിക്കെ ഇതിനെ നേരെ തിരിച്ച് പിണറായി വിജയന്റെ മുകളിലേക്ക് ഇടുക, നേരെ മന്ത്രി സജി ചെറിയാൻ വർഗീയത പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുക. അതിന് പിന്നിലുള്ളത് രാഷ്ട്രീയ ബുദ്ധിയാണ്. പക്ഷെ മന്ത്രി സജി ചെറിയാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതിനകത്ത് ഒരു പിശകുണ്ട് എന്ന് തന്നെ ഞാൻ അതും ഇന്നലെ പറഞ്ഞു. ആ പേര് പറഞ്ഞു കുടുങ്ങിയതാണ്. പക്ഷേ രണ്ടാമത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, BJPയുടെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് BJPയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗും വിജയിക്കുന്നതിന് പിന്നിൽ, മുസ്ലിം ലീഗിലെ ജനപ്രതിനിധികളും വിജയിക്കുന്നതിന് പിന്നിൽ ഒരു അപകടമുണ്ട്. അത് മതേതരമാണോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം വിശദീകരിക്കുന്നു. അവിടെ എതിരെ രാഷ്ട്രീയ വിമർശനമായി ഉൾക്കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം വീണ്ടും തുടർച്ചയായി അദ്ദേഹത്തിന്റെ പേരിൽ അത് ആരോപിക്കുന്നതിന് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ സമുദായ സംഘടനകളുടെ ഏകീകരണത്തിലൂടെ പ്രതിരോധത്തിലായി UDFനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമല്ലേ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. രണ്ട് മൂന്ന് ചോദ്യങ്ങൾ. അതായത് ലീഗ് ഒരു തീവ്രവാദ പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണെന്ന് നിലപാട് അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ചോദ്യമാണ് അങ്ങോട്ട് ഉണ്ടോ ഇല്ലയോ? ലീഗ് മതേതര ജനാധിപത്യ പാർട്ടിയായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഭൂരിപക്ഷം നേതാക്കളുടെയും പ്രസ്താവനകൾ അങ്ങനെയാണ്. ചില ആൾക്കാരുടെ പറഞ്ഞല്ലോ. എന്റെ ഉത്തരം ഒരു മിനിറ്റ് അല്ല, എന്റെ ചോദ്യം കഴിഞ്ഞില്ല. ഒരു മിനിറ്റ് ഇതിനോട് ചേർത്ത് പറഞ്ഞോളൂ, ഇതിനോട് ചേർത്ത് പറഞ്ഞോളൂ. അതിലെ ചില നേതാക്കളുടെ പ്രസ്താവനകൾ അങ്ങ് പറഞ്ഞു. എന്റെ ഉത്തരം പാതി വെച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്റെ ഉത്തരം പൂർണ്ണമാവണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള CPMന്റെ നിരീക്ഷണം ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനാധിപത്യ പാർട്ടിയാണ്. എൻ്റെ നിരീക്ഷണം അങ്ങനെ തന്നെയാണ്. മതേതര മുഖമുണ്ട്. CH മുഹമ്മദ് കോയയുടെ പാർട്ടിക്ക്, മുനീറിൻ്റെ പാർട്ടിക്ക്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിക്ക് ഒരു മതേതര മുഖമുണ്ട്. പക്ഷേ KM ഷാജി പറയുന്നത് മതേതര മുഖമല്ല, മതമാണ് പാർട്ടി എന്ന് പറയുന്നതും പാർട്ടിയിൽ നിന്ന് പോയാൽ ദീൻ നഷ്ടപ്പെടുമെന്ന് പറയുന്നതും ഒരു മതേതര സ്വഭാവമുള്ള പ്രസ്താവനയല്ല. കാസർഗോഡ് ഒരു ലീഗ് നേതാവിന്റെ കാര്യം കൂടി അങ്ങ് എടുത്തു പറഞ്ഞു അല്ലേ? രണ്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ CPM ചില ആൾക്കാരും പറയുന്നുണ്ട്, CPMലെ നേതാക്കൾ കടകംപള്ളി പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തിന് വർഗീയ മുഖമാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് ഇനി പറയുന്ന KT ജലീൽ മലപ്പുറത്ത് സ്വർണ്ണക്കടത്തിൽ ഏർപ്പെടുന്ന കൂടുതൽ മുസ്ലിം മതവിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഇഹലോകത്തും പരലോകത്തും ഗുണമുള്ളയാളാണെന്ന് പറയും. അതായത് ഈ മതത്തെ കൂട്ടുപിടിച്ച് പറയുകയാണെങ്കിൽ ഇഹലോകത്തും പരലോകത്തും ഗുണമുള്ള ആളാണ് ഈ സ്ഥാനാർത്ഥി എന്ന വോട്ടഭ്യർത്ഥന അദ്ദേഹം നടത്തുന്നുണ്ട്. അത് CPM രീതിയല്ല.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ സ്ഥാനാർത്ഥിയാണത്. അത് നമ്മൾ അന്ന് വാർത്ത ചെയ്ത് ഏത് സ്ഥാനാർത്ഥി ഞാൻ ഓർക്കുന്നില്ല, ഇതായിരുന്നു വാചകം. അല്ല ഞാൻ CPM അംഗമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ CPM സ്ഥാനാർത്ഥിയാണോ? LDF KT ജലീൽ ഏത് രൂപത്തിലാണ് പ്രചാരണത്തിന് പോകുന്നത്? KT ജലീലിന്റെ വാചകമാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, മലപ്പുറം വളാഞ്ചേരിയിൽ എല്ലാ അഭിപ്രായങ്ങളും CPM യോജിച്ചിട്ടില്ല. അല്ലല്ല, പറയണം. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ജലീലിന് അങ്ങ് ചോദിച്ചു ഞാൻ പൂർത്തിയാക്കട്ടെ. നോക്കൂ, മലപ്പുറം വളാഞ്ചേരി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഈ വോട്ട് അഭ്യർത്ഥന നടത്തിയത്. ഇനി ഈ പറയുന്ന കടകംപള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, മലപ്പുറത്തിന് വർഗീയ മുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് CPM മുഴുവൻ ഈ രൂപത്തിലാണ് ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നില്ലല്ലോ. CPM ചില നേതാക്കൾ പറയുന്ന കാര്യം പറഞ്ഞു. അങ്ങ് ഇപ്പോൾ പറയുമ്പോൾ ലീഗ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇനി പറയട്ടെ, അങ്ങ് സജി ചെറിയാനെ അനുകൂലിച്ച് പറഞ്ഞു. സജി ചെറിയാൻ ഇന്നലെ തള്ളിയ അങ്ങ് ഇന്നിപ്പോൾ സജി ചെറിയാൻ ന്യായീകരിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശരി, അങ്ങ് ഇന്നലെ സജി ചെറിയാനെ തള്ളിയ അങ്ങ് ഇന്നലെ സജി ചെറിയാനെ തള്ളിയ അങ്ങ് ഇന്ന് സജി ചെറിയാനെ അനുകൂലിച്ചു വരികയാണ്. ഇന്നലെയും തള്ളിയത് പേരിന്റെ കാര്യത്തിൽ ജനപ്രതിനിധി അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ തള്ളിയിട്ടുള്ളൂ. അതിനെ തുടർന്ന് നടത്തിയ വിശദീകരണം ഞാൻ തള്ളിയിട്ടില്ല. ശരി, അങ്ങ് വിശദീകരണം എന്താണ് ഈ പറയുന്ന ഈ മലപ്പുറത്തും കാസർഗോഡും മാത്രമല്ലേ ഇത് പരിശോധിക്കാൻ അദ്ദേഹം പോകുന്നുള്ളൂ? അവിടെയാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, മലപ്പുറത്ത് CPM നിർത്തിയത് 33-ൽ 22 പേർ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഭൂരിപക്ഷം അവരാണ് ഉള്ള ആ സ്ഥലത്ത് അത്തരം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ്. എല്ലാവരും തോറ്റുപോയി എന്നുള്ള വേറെ കാര്യം. തോറ്റതാണ് ഇപ്പൊ പ്രശ്നം. ഞങ്ങൾ നിർത്തിയിട്ടും തോറ്റുപോയി, ഞങ്ങൾ മതേതരത്വം പറഞ്ഞിട്ടും തോറ്റുപോയി എന്ന് പറയുന്നത് അത് ഇനി പ്രയോഗിച്ചിട്ട് കാര്യമില്ല, വേറെ ചിലത് പ്രയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പൊ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റല്ല മതേതരത്വം പറഞ്ഞ ഞങ്ങൾ അവിടെ തോറ്റു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ വേണമെങ്കിലും വായിക്കാം. അതുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞത് കടുത്ത വർഗീയ ധ്രുവീകരണ വാചകമാണ്. മതേതരത്വം തോറ്റു എന്ന് പറയുമ്പോൾ അദ്ദേഹം വർഗീയത ഇനി ഇങ്ങനെ ആയി പോകുന്നത്. ബാബറി മസ്ജിദ് വിഷയത്തിൽ മതേതരത്വം പരാജയപ്പെട്ടു എന്നൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ബാബറി മസ്ജിദ് ഒക്കെ ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞു നടക്കുന്നുണ്ട്. ബാബറി മസ്ജിദ് നടന്നു കഴിഞ്ഞു, അതിനുശേഷം ആ സമയത്ത് ലീഗ് എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്ത് കോൺഗ്രസ് എടുത്ത മോശം നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ബാബറി മസ്ജിദ് മാറാടൊക്കെ പറഞ്ഞോണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടൂ. നിങ്ങൾ നേരിടൂ. ഈ തെരഞ്ഞെടുപ്പിൽ ബാബറി മസ്ജിദ് ഇത് തന്നെയാണ് വേറൊരു രൂപത്തിൽ ഇത് തന്നെയാണ് മുഗൾ ഭരണകാലത്തെ പറഞ്ഞുകൊണ്ട് മോദി വരുന്നത്. ചരിത്രത്തെ പേടിച്ചു തുടങ്ങിയാൽ മറ്റെന്തോ സൂചനയാണ്. ചരിത്രത്തെ വസ്തുതയും പേടിച്ചു തുടങ്ങിയാൽ മറ്റെന്തോ സൂചനയാണ്. BJPയുടെ സംഘപരിവാർ യുക്തിയാണ്. വികസനത്തെ കുറിച്ച് പറയണം. വികസനം പറഞ്ഞ് വോട്ട് മേടിക്കുന്നേ. എന്തിനാ ഈ വർഗീയത പറയണത്? വികസനം ആരാണ് വർഗീയത പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി. ഒറ്റ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ്? CPM അല്ലേ? എനിക്ക് കേൾക്കണ്ട ഒരു അത് ശരിയാവില്ല. ചരിത്രം അറിയണ്ട. ബാബറി മസ്ജിദിനെ കുറിച്ച് ചരിത്രം പറയണ്ട. പറയുന്ന സമയത്ത് കേൾക്കണ്ട. അതെങ്ങനെ ശരിയാവുക? ഇപ്പോൾ പറയേണ്ട പശ്ചാത്തലം എന്താണ്? ഇപ്പൊ ബാബറി മസ്ജിദും മാറാൻ പറയുന്ന പശ്ചാത്തലം എന്താണ്? 100% ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാര്യം ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നിരോധിച്ചിട്ടുണ്ട് സാർ. അതിന് RSS CPM എപ്പോഴാണ് വോട്ട് കൊടുത്തത്? പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ ബുദ്ധിമുട്ടിലായി. അസത്യം പറയരുത്. നേരെ ചൊവ്വയിൽ RSSന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യമാണ്? ഏത് സാഹചര്യമായാലും വേണ്ടില്ല. സ്മൃതി പറഞ്ഞത് നന്നായി. ആ കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം. സ്മൃതി പറഞ്ഞത് നന്നായി, ഓർമ്മിപ്പിച്ചത് നന്നായി. RSSന്റെ കാര്യം പറഞ്ഞത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനസംഘിന്റെ വോട്ട് വാങ്ങി വിജയിച്ചു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പറയുന്നുണ്ട്. ജനസംഘ് ഉണ്ടായിരുന്നോ ജനതാ പാർട്ടി ഉണ്ടാവുമ്പോ? ജനസംഘിനെ പിരിച്ചുവിട്ടല്ലേ ജനതാ പാർട്ടിയിലേക്ക് അന്ന് അടിയന്തരാവസ്ഥ എതിർക്കുന്ന മുഴുവൻ കക്ഷികളും ഒരുമിച്ച് ചേർന്നത്? അന്ന് RSS എന്നും ജനസംഘെന്നും പറഞ്ഞ് ഏതെങ്കിലും CPMന്റെ നേതാക്കൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ടോ? ഒടുവിൽ മാരാരെഴുതുന്ന പുസ്തകത്തിൽ കോലീബിയിൽ ആരുടെ നേതൃത്വമായിരുന്നു? നമ്മുടെ മുന്നിലുള്ളതല്ലേ? എന്നിട്ട് ആ വസ്തുത മറച്ചു വെച്ച് പറയാണ് ജനസംഘം പിരിച്ചുവിട്ടിട്ടും ജനതാ പാർട്ടി വന്നു കഴിഞ്ഞിട്ടും ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി പിണറായി വിജയൻ ജയിച്ചു എന്നുള്ള പച്ചക്കള്ളമല്ലേ പ്രചരിപ്പിക്കുന്നത്?
അതല്ലേ ഇപ്പോൾ സ്മൃതിയും പറഞ്ഞത്. ഇനി ബാബറി മസ്ജിദിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത്. ബാബറി മസ്ജിദ് ഞാൻ പിണറായി വിജയന്റെ വാചകങ്ങളാണ് ഞാൻ അതാണ് പറഞ്ഞത്. അത് ഏത് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കൂ, നേരെ തിരിച്ച് പറയാണ്. നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഏത് സാഹചര്യമാണത്? RSSന്റെ വോട്ട് വാങ്ങി RSSന്റെ പിന്തുണയോട് കൂടി CPM-ന്റെ ഏത് സീറ്റാണ് വിജയിച്ചത്? ഒരെണ്ണം പറയും, ഒരു സീറ്റ് പറയും. എന്നാൽ അങ്ങനെയല്ല പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ അവിടെയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുദ്ദിനെ പറഞ്ഞത്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്, മുത്തുനബിയെ വിശ്വസിക്കുന്നവർ ഈ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയില്ല എന്ന നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയാണ് ഒരു മതേതര പാർട്ടിയായിട്ട് അംഗീകരിക്കുക? അതാണ് എന്റെ ചോദ്യം. നമ്മളാരെയും പറഞ്ഞു മതേതര പാർട്ടിയാണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പറയാമല്ലോ, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ? ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. ഉപേക്ഷിച്ചോ? ദാ ഇപ്പോ അതല്ല ഞാൻ കോട്ട് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ വാർത്തയാ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാ. ഷൂറ അംഗമാ. ജമാഅത്തെ ഇസ്ലാമി തള്ളി പറഞ്ഞോ? വെൽഫെയർ പാർട്ടി തള്ളി പറഞ്ഞോ? അപ്പൊ മന്ത്രി രാജിവെക്കണ്ടേ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2, നോ എന്ന് 1. Meet the editors.